ഡിയർ സ്റ്റുഡൻസ്, പ്രകൃതിയുടെ ശാന്തത നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കാറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്തരത്തിൽ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ വികാരസാന്ദ്രമായ ഒരു അനുഭവം കവി പങ്കുവെക്കുന്ന കവിതയാണ് W.B. യേറ്റ്സിന്റെ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂൾ. ഈ കവിതയുടെ പ്രധാന ആശയം ആദ്യം നമുക്ക് നോക്കാം. കവി വില്യം ബട്ട്ലർ യേറ്റ്സ് കൂൾ പാർക്കിലെ തടാകത്തിൽ കണ്ട അരയന്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കവിതയിലെ രംഗം ശരത്കാലമാണ്. മരങ്ങൾ ശരത്കാല ഭംഗിയിൽ നിൽക്കുന്നു, കാട്ടുവഴികളെല്ലാം ഉണങ്ങിയിരിക്കുന്നു. ഒക്ടോബർ സന്ധ്യയിലെ ആകാശം തടാകത്തിലെ വെള്ളത്തിൽ ശാന്തമായി പ്രതിഫലിക്കുന്നു. തടാകത്തിൽ 59 അരയണ്ണങ്ങളുണ്ട്. കവി ആദ്യമായി അവയെ എണ്ണാൻ തുടങ്ങിയിട്ട് ഇത് 19ാമത്തെ ശരത്കാലമാണ്. ഈ കാലയളവിനിടയിൽ അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആദ്യമായി ഈ തീരത്ത് നടന്നപ്പോൾ ചിറകടിയുടെ ശബ്ദം കേട്ട് അദ്ദേഹം ലഘുവായ കാൽവെപ്പോടെയാണ് നടന്നത്. എന്നാൽ ഇന്ന് ഈ അരയന്നങ്ങളെ നോക്കുമ്പോൾ കവിയുടെ ഹൃദയം വേദനിക്കുന്നു. സോർ. എന്താണ് ഈ വേദനയ്ക്ക് കാരണം? അരയന്നങ്ങൾ ഇപ്പോഴും തളർച്ചയില്ലാതെ ഇണചേർന്ന് തണുത്ത അരുവികളിലൂടെ നീന്തുകയോ ആകാശത്തേക്ക് പറക്കുകയോ ചെയ്യുന്നു. അവയുടെ ഹൃദയങ്ങൾക്ക് വാർദ്ധക്യം വന്നിട്ടില്ല. അവയുടെ ആവേശവും വിജയദാഹവും അവർ എവിടെ അലഞ്ഞാലും ഇപ്പോഴും അവരെ അനുഗമിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവ നിഗൂഢവും മനോഹരവുമായി ശാന്തമായ വെള്ളത്തിൽ ഒഴുകി നടക്കുകയാണ്. ഞാൻ ഒരു ദിവസം ഉണരുമ്പോൾ അവ പറന്നുപോയി എന്ന് കണ്ടാൽ ഏതു പുൽമേടുകൾക്കിടയിലാവും അവർ കൂടുവയ്ക്കുക? ഏത് തടാകക്കരയിലോ കുളത്തിലോ ആയിരിക്കും അവർ മനുഷ്യരുടെ കണ്ണുകൾക്ക് സന്തോഷം നൽകുക എന്ന് കവി ആശങ്കപ്പെടുന്നു. ഈ കവിത പ്രകൃതിയിലെ നിത്യസൗന്ദര്യവും മനുഷ്യജീവിതത്തിലെ ക്ഷണികതയും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് കവിതയുടെ വരികൾ മലയാളത്തിലൊന്ന് കേട്ടുനോക്കാം. മരങ്ങളെല്ലാം തങ്ങളുടെ ശരത്കാല ഭംഗിയിലാണ്. കാട്ടുവഴികളെല്ലാം ഉണങ്ങിയിരിക്കുന്നു. ഒക്ടോബർ സന്ധ്യയിലെ തടാകത്തിലെ വെള്ളം നിശ്ചലമായ ആകാശത്തെ പ്രതിഫലിക്കുന്നു. ആ നിറഞ്ഞ വെള്ളത്തിൽ കല്ലുകൾക്കിടയിലായി 59 അരയന്നങ്ങളുണ്ട്. ഞാൻ ആദ്യമായി എണ്ണിത്തുടങ്ങിയിട്ട് ഇത് എന്റെ ജീവിതത്തിലെ 19ാമത്തെ ശരത്കാലമാണ്. ഞാൻ എണ്ണിക്കഴിയും മുന്നേ എല്ലാം പെട്ടെന്ന് ആകാശത്തേക്ക് ഉയർന്നുപൊങ്ങി ശബ്ദമുണ്ടാക്കുന്ന ചിറകുകളോടെ വലിയ ചിതറിപ്പോയ വലയങ്ങളായി വട്ടമിട്ടു പറന്നു. ഞാൻ ആ തേജസ്സുള്ള ജീവികളെ നോക്കി നിന്നു. ഇപ്പോൾ എന്റെ ഹൃദയം വേദനിക്കുന്നു. സന്ധ്യാസമയത്ത് ആദ്യമായി ഈ തീരത്ത് വെച്ച് എന്റെ തലയ്ക്കു മുകളിലൂടെ അവയുടെ ചിറകടിയുടെ മണിനാദം കേട്ട് ലഘുവായ കാൽവെപ്പോടെ നടന്നതിൽ നിന്നും എല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇപ്പോഴും ക്ഷീണമില്ലാതെ ഇണയോടുകൂടി അവ തണുത്ത അരുവികളിലൂടെ നീന്തുകയോ ആകാശത്തേക്ക് പറക്കുകയോ ചെയ്യുന്നു. അവയുടെ ഹൃദയങ്ങൾക്ക് വാർദ്ധക്യം വന്നിട്ടില്ല. അവയുടെ ആവേശവും വിജയദാഹവും അവർ എവിടെ അലഞ്ഞാലും ഇപ്പോഴും അവരെ അനുഗമിക്കുന്നു. എന്നാൽ ഇപ്പോൾ അവ നിഗൂഢവും മനോഹരവുമായി ശാന്തമായ വെള്ളത്തിൽ ഒഴുകി നടക്കുകയാണ്. ഞാൻ ഒരു ദിവസം ഉണരുമ്പോൾ അവ പറന്നുപോയി എന്ന് കണ്ടാൽ ഏതു പുൽമേടുകൾക്കിടയിലാവും അവർ കൂടുവയ്ക്കുക? ഏതു തടാകക്കരയിലോ കുളത്തിലോ ആയിരിക്കും അവർ മനുഷ്യരുടെ കണ്ണുകൾക്ക് സന്തോഷം നൽകുക? ഈ മനോഹരമായ കവിത എഴുതിയ കവി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹമാണ് വില്യം ബട്ട്ലർ യേറ്റ്സ്. അദ്ദേഹം 1865–1939 വരെ ജീവിച്ചിരുന്നിരുന്നു. അദ്ദേഹം ഒരു ഐറിഷ് കവിയും നാടകകൃത്തും ഗദ്യരചയിതാവുമായിരുന്നു. 20ാം നൂറ്റാണ്ടിലെ സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ഐറിഷ് സാഹിത്യ നവോത്ഥാനത്തിന്റെ ഒരു ചാലകശക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് 1923 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു. നമ്മുടെ പ്രശസ്ത കവി രബീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക്, അതായത് ടാഗോറിന് 1913 നോബൽ പ്രൈസ് ലഭിച്ചത് ഈ കൃതിക്കാണ്. ഈ കൃതിക്ക് അവതാരിക എഴുതിയത് യേറ്റ്സാണ്. ഈ കവിത നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.